കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന ബജറ്റിൽ നിർണായക നീക്കങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം നൽകിയെന്ന പ്രഖ്യാപനം കൂടി അതിൽ ഉൾപ്പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആദായ നികുതി നിയമത്തിൽ പരിഷ്കാരം വരുത്തുന്നു എന്ന മറ്റൊരു പ്രത്യേകത കൂടി ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുന്നണി സംവിധാനത്തിന്റെ പ്രകടമായ ഇടപെടലുകൾ സ്വാഭാവികമായും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ആദ്യ നിരീക്ഷണം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒപ്പം ദേശീയപാത വികസനത്തിന് വൻപൻ പദ്ധതികളുടെ പ്രഖ്യാപനം, ഒപ്പം തന്നെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം. ഇതിൽ ബീഹാറിന് പ്രത്യേക പദവി നൽകുന്നു എന്ന പ്രഖ്യാപനമുണ്ട്. സ്വർണത്തിനും വെള്ളിക്കും വിലക്കുയരുന്നു, മൊബൈൽ ഫോണുകളുടെ വിലക്കുറവ്, ഇതൊക്കെ ഈ ബജറ്റിന്റെ പ്രഖ്യാപനമായി മാറുകയാണ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി നിരവധി സ്കീമുകളുടെ അവതരണവും നടക്കുന്നുണ്ട്. മുദ്രാ ലോൺ, രാജ്യത്ത് ഏറെ പ്രശംസ നേടിയെടുത്ത മുദ്രാ ലോൺ അത് കൂടുതൽ വിപുലമായി നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമുണ്ട്. അങ്ങനെ വിശദമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമായിട്ടാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം മുന്നോട്ട് പോയത്. അഭിലാഷ്, ബജറ്റ് പ്രഖ്യാപനത്തിൽ തുടക്കത്തിൽ നമ്മൾ നൽകിയ സൂചന പ്രകാരം തന്നെ സംഭവിക്കുന്നു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണനകൾ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട മേഖലകളെ എങ്ങനെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ ബജറ്റ്? സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ നിരീക്ഷിച്ചതാണ്. അതിന് ശരിവെക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ബീഹാർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നവീകരണത്തിന് അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് 15,000 കോടി രൂപ മാറ്റിവെച്ചത് എങ്കിൽ ബീഹാറിന് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് ടൂറിസം മേഖലയെയും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൂറിസത്തെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആണ് ബീഹാറിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ബീഹാറിനായി പ്രത്യേക പദ്ധതി എന്ന് തന്നെയാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുമാണ് കൂടുതൽ പദ്ധതികൾ എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്, പ്രത്യേക പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9 മുൻഗണനാ ക്രമങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തൊഴിലും നൈപുണ്യവും എന്നതാണ്. മാനവ വിഭവശേഷിയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെയും സേവനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നഗരവികസനത്തിന് ഇത്തവണ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. അതായത് 14 നഗരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയും ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുമാണ്. സജിത്ത്, ഒരുപക്ഷെ ഈ 14 നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഉൾപ്പെടുമോ എന്നത് അടക്കം നമുക്ക് ഈ ബജറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പോഴറിയാം. ഡിജിറ്റൽ ബജറ്റാണ്, അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് കൂടുതലായി അറിയാൻ സാധിക്കുക ഈ നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന്. ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കാണ് ഈ ബജറ്റ് പരിഗണന നൽകിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതായത് ഈ രാജ്യം പുരോഗതി കൈവരിക്കുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയിലേക്ക് നേരിട്ട് എത്തിപ്പെടണം എന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബജറ്റാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾപ്പെടെ ഒരുപക്ഷെ ഈ ബജറ്റിൽ അതിന് കൂടുതൽ പരിഹാരം തേടുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ തന്നെ കർഷകർക്ക് നേരിട്ട് പണം എത്തുന്ന 6,000 രൂപ പ്രതിവർഷം എത്തുന്ന പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതി, അതിലെ ഏതെങ്കിലും തരത്തിലുള്ള തുകയിൽ മാറ്റം വന്നിട്ടില്ല. ഈ 6,000 രൂപ തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ വായ്പകൾ എന്നത് സാധ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സജിത്ത്, ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ്
സജിത്ത് സൂചിപ്പിച്ച ഒന്നായിരുന്നു. അതായത് കാർഷിക മേഖലയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ എന്നുള്ളത്. നമുക്ക് ഈ മുദ്രാ യോജന വഴിയുള്ള ലോണിന്റെ തുക അത് 10 ലക്ഷം രൂപയായിരുന്നു എന്നത് 20 ലക്ഷം രൂപയാക്കി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടതായി വരും. അതായത് ഈ ചെറുകിട സംരംഭകർ, ഇടത്തര സംരംഭകർക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ വായ്പാ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചെറുകിട ഇടത്തര ബിസിനസ്സുകൾക്ക്, വ്യാപാരികൾക്കൊക്കെ കൂടുതൽ ധനസഹായം നൽകുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 5 വർഷത്തിനകം 4.1 കോടി യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ലക്ഷം കോടി രൂപ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമ്പോൾ അത് കാർഷികേതര മേഖലയിലേക്കാണ് സർക്കാർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കാർഷിക ഗവേഷണത്തിന് പ്രത്യേകമായ പരിഗണന നൽകും എന്നുള്ളത് പ്രഖ്യാപനത്തിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഉൽപാദനശേഷി കാർഷിക മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ്. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം നടത്തുക, കുറഞ്ഞ മാനവ വിഭവശേഷി കാർഷിക മേഖലയിൽ പ്രയോഗിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള നയങ്ങൾ ആണ് സർക്കാർ രൂപീകരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ പ്രാഥമികമായി ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത ഊർജ്ജ മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ വീണ്ടും സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാമല്ലോ, ഈ സോളാർ പദ്ധതികൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി വീടുകൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പൂളിലേക്ക് നൽകുന്ന സോളാർ എനർജിക്ക് കുറഞ്ഞ തുകയാണ് സർക്കാർ നൽകുന്നത് എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി 1 കോടി വീടുകൾക്ക് കൂടി ഈ മേൽക്കൂര സോളാർ മേൽക്കൂര പദ്ധതി 1 കോടി വീടുകൾക്ക് കൂടി അനുവദിക്കുമെന്നാണ്. അതായത് ഈ സോളാർ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെതായ സബ്സിഡി ഉണ്ട്. ഈ സബ്സിഡി തുക വീണ്ടും വർദ്ധിപ്പിക്കുകയല്ല, കൂടുതൽ ആളുകൾക്ക് സബ്സിഡി നൽകും എന്ന് പറയുമ്പോൾ അതിന് 1 കോടി വീടുകൾ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ 5 വർഷത്തിനുള്ളിൽ 100 സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ സ്ഥാപിക്കും. ഈ വഴിയോര കച്ചവടം, അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ഫുഡ് എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ സജിത്ത് ഈ കോവിഡിന് ശേഷം ആളുകൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖല കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ. അതോടൊപ്പം തന്നെ ഈ